ഗയ്സ്, ബാഹുബലി കാണുമ്പോൾ നമ്മളെപ്പോഴും നോക്കും. അതായത് ഈ ഭല്ലാൽ ദേവൻ എപ്പോഴും ബാഹുബലിയുടെ അടുത്ത് ഭയങ്കര ഹേട്രഡാണ്. കിട്ടുന്ന അവസരം മൊത്തം ബാഹുബലിനെ എങ്ങനെയെങ്കിലും മയ്യത്താക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, അതായത് എന്തുകൊണ്ടാണ് ഈ ഭല്ലാൽ ദേവൻ ഇത്രയും ഹേറ്റ് ബാഹുബലിയുടെ അടുത്ത്? അതായത് ടെക്നിക്കലി ഇവർ രണ്ടും കസിൻ ബ്രദേഴ്സ് ആയിട്ട് കൂടി ഇത്രയധികം ജലസി എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ 50 വർഷം പിറകിലേക്ക് പോകണം. ആ ഒരു സമയത്താണ് ഈ അമരേന്ദ്ര ബാഹുബലി ജനിക്കുന്നത്. ഇയാൾ ജനിക്കുന്ന സമയത്ത് ഇയാളുടെ മമ്മി മയ്യത്തായി പോവും. ഇങ്ങനെയുടെ തന്തയായിട്ടുള്ള മഹാബാഹുബലി കുറച്ച് ദിവസം മുമ്പേ മരിച്ചെന്നാണ് ഇതിനകത്ത് പറയുന്നത്. എൻ്റെ കഥ അനുസരിച്ച് ഈ മഹാബാഹുബലി തന്നെയാണ് ഇത്രയും നാൾ ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് റിയലി ഇയാളല്ലായിരുന്നു കിങ് ആവേണ്ടത്. പക്ഷെ റിയലി രാജ്യത്തിന്റെ രാജാവേണ്ടത് ഭല്ലാൽ ദേവന്റെ തന്തയായിരുന്നു. ഇയാളുടെ പേരെന്തോന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇങ്ങേരായിരുന്നു റിയലി കിങ് ആവേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ ഇയാൾ കിങ് ആവണമെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് കിങ് ആക്കിയില്ല? ഇതിന്റെ ഉത്തരവും സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഇയാൾക്ക് കൈക്ക് എന്തോ സീനുണ്ട്. അപ്പോൾ ഇയാളുടെ കൈയുടെ ഈ സീൻ കാരണമാണ് ഇയാളെ കിങ് ആകാത്തത്. അത് ചിലവർക്ക് ഒരു വാലിഡ് സംഭവമായിട്ട് തോന്നും, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം ഒരാളുടെ അംഗവൈകല്യം ഉണ്ടെന്നും പറഞ്ഞ് അയാളെ കിങ്ങിന്റെ സംഭവത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നത് ശരിയല്ല. കാരണം ഈ മഹാബാഹുബലിനെ കാട്ടിയും എൽഡറായിട്ടുള്ള ആളാണ് ഭല്ലാൽ ദേവന്റെ തന്ത. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ പണ്ടത്തെ രാജാക്കളുടെ ഒരു സിസ്റ്റം വെച്ച് നോക്കിയാൽ ഇയാളായിരുന്നു രാജാവേണ്ടത്. അവിടെയാണ് ഒരു വൃത്തികെട്ട സ്ത്രീ കയറി വരുന്നത്. അതാണ് ശിവഗാമി. ആക്ച്വലി ഇവർ ഭല്ലയുടെ അച്ഛൻ്റെ ഭാര്യയാണ്. എന്നിട്ടും ഇവർ പറയുന്നത് ഇങ്ങനത്തെ ഒരാൾക്ക് രാജ്യം ഭരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ശിവഗാമി ഈ പവറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ തള്ള എവിടെയെങ്കിലും ഇരുന്ന് പോയേനെ. അപ്പോൾ ആ സമയത്തായിരുന്നു ബാഹുബലിയും ഭല്ലാൽ ദേവനും ജനിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവം ഇവിടെയും ഭല്ലാൽ ദേവനായിരുന്നു വയസ്സ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ ഭല്ലാൽ ദേവന്റെ തന്തയനുസരിച്ച് ഭല്ലാൽ ദേവനാണ് അടുത്ത രാജാവേണ്ടത്. അതായത് ബേസിക്കലി അയാളുടെ സംഭവം ഇതേ ഉള്ളൂ. അതായത് ഞാനെങ്കിലും രാജാവായില്ല, എൻ്റെ മകനെങ്കിലും ഇവിടുത്തെ രാജാവാവണം. അങ്ങനെ ഇയാളെ ആശ്വസിച്ച് ഈ ശിവഗാമി എടുത്ത് ആ കാര്യം പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ശിവഗാമി ഒരു നാറിയാന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ശിവഗാമി അപ്പോൾ പറയും, ഇനി രാജാവാവുന്നത് കഴിവുള്ളവൻ മാത്രമാണ്. ബ്രോ, ഈ ശിവഗാമിനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഒരു സ്വന്തം മോനാകുമ്പോൾ ഒരു പാർഷ്യാലിറ്റീസ് ഇല്ലേ, അത് ഇവർക്കില്ല. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് വർഷം കടന്നു പോവാണ്. ഇവരുടെ ബാല്യകാലത്തിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരെയും വളർത്തുന്നത് സെയിം സിറ്റുവേഷനിലാണ്. ആരുടെ മോന് അങ്ങനെയൊന്നും ഇല്ലാതെ ഇവരെ ബ്രദേഴ്സായിട്ട് തന്നെ ഇങ്ങനെ കടത്തുവാണ്. അപ്പോൾ ഇവരിങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ ആദ്യം തൊട്ടേ ഈ ശിവഗാമിക്ക് ബാഹുബലി എടുത്ത് കുറച്ചുകൂടി ഒരു ഇതാണ്, സ്നേഹമാണ്. അതേസമയം ഭല്ലാൽ ദേവൻ ഒരു നോർമൽ ബാല്യ കൊച്ച് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ പോകുന്നു. അങ്ങനെ അവിടെ നിന്നും കുറച്ച് കാലം കടന്നു പോകുമ്പോൾ ഇവർ രണ്ടും വലുതാകുമ്പോൾ ഇവിടെ സ്ട്രെങ്ത്തിന്റെ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അതായത് സ്ട്രെങ്ത് പ്രദർശനം ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ എല്ലാം ഭല്ലാൽ ദേവനാണ് ഭയങ്കര സ്ട്രോങ്. റോ സ്ട്രെങ്തിൽ നോക്കിയാൽ ഭല്ലാൽ ദേവൻ തന്നെയാണ് ഭയങ്കര സ്ട്രോങ്. പക്ഷേ ടാക്ടിക്കലും രാജനീതിയും ആ കാര്യത്തിലെല്ലാം ബാഹുബലി ഭയങ്കര മുന്നിലോട്ടായിരുന്നു. അതുമാത്രമല്ല, ഭല്ലാൽ ദേവൻ ഇല്ലാത്തൊരു കാര്യം ബാഹുബലിയുടെ ഉണ്ടായിരുന്നു. അതായത് ഭല്ലാൽ ദേവന്റെ പെണ്ണുങ്ങളെല്ലാം ബാഹുബലി കൈക്കലാക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭല്ലാൽ ദേവൻ ആ സ്ഥലത്തുകൂടി ജയിക്കാൻ ബാഹുബലി സമ്മതിച്ചില്ല. ബ്രോ, ഇങ്ങനെ ആദ്യത്തെ സമയത്ത് ഭല്ലാൽ ദേവന് വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. പക്ഷെ പിന്നീട് വന്ന് ഇയാൾ നോക്കുമ്പോൾ ഈ ബാഹുബലി എല്ലാത്തിലും ബെറ്ററാണ്. ബാഹുബലി ഇപ്പം കലയിലായാലും എല്ലാത്തിലും ഒരു പെർഫെക്റ്റ് പേഴ്സണായിരുന്നു. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇവർ ജനിച്ചപ്പോൾ തൊട്ടേ ഇവരുടെ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നാച്ചുറലായിട്ട് വരും. കാരണം മഹേഷ്മതി നോക്കുന്നത് ഇവർ തമ്മിൽ ആരാണ് ഏറ്റവും ബെറ്റർ, അവരെ കിങ് ആക്കും. അപ്പോൾ ഈ ഭല്ലാൽ ദേവന് പണ്ട് തൊട്ടേ, കുട്ടിക്കാലം തൊട്ടേ ഈ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ഉണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, ഭല്ലാൽ ദേവന് ഏറ്റവും ദേഷ്യം വരുന്നത് ഈ ശിവഗാമിയുടെ കാര്യങ്ങളാണ്. അതായത് സ്വന്തം മോനായിട്ട് ഭല്ലാൽ ദേവന് ഒരു സ്നേഹവും ശിവഗാമി നൽകുന്നില്ല. എല്ലാ സ്നേഹവും ബാഹുക്കാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലി ഇയാളുടെ അച്ഛനുമായിട്ട് കൂടുതൽ കണക്ട് ആയി. അതുകൊണ്ടാണ് ഈ ഒരു ഇയാളുടെ മൈൻഡ് ഇങ്ങനെ ഡിസ്റപ്റ്റ് ആയി പോകുന്നത്. കാരണം ഭല്ലാൽ ദേവന്റെ തന്ത പറയുന്നത് എനിക്ക് രാജ്യം കിട്ടിയില്ല, നിനക്കെങ്കിലും രാജ്യം കിട്ടണം എന്നൊരു മൈൻഡ് സെറ്റാണ് അയാളുടെ. അതുകൊണ്ടാണ് ഭല്ലാൽ ദേവൻ കിട്ടുന്ന സമയം മൊത്തവും ബാഹുബലിനെ മയ്യത്താക്കാൻ നോക്കുന്നത്. ആൻഡ് ഭല്ലാൽ ദേവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ചെറുക്കൻ എല്ലാത്തിലും പെർഫെക്റ്റാ. എന്ന് പറഞ്ഞാൽ ഭല്ലാൽ ദേവൻ ഇപ്പൊ എന്ത് ചെയ്താലും ബാഹുബലി അതിനെ ഔട്ട്സ്മാർട്ട് ചെയ്ത് കളയും. ഈവൻ മറ്റേ ഒരു നിംബ്ല ടൂസ്ലെസ് ടെൽമിയുടെ ഒരു മാച്ച് ഉണ്ട്. അപ്പോൾ ആ ഫൈറ്റിനകത്ത് ഈ നിംബ്ലേനെ കൊല്ലുന്ന ആൾക്കാർ രാജാവാകും. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻ സംഭവം ആ നിംബ്ലേനെ കൊല്ലാനാണ്. ഞാൻ അവസാനം എത്തുമ്പോൾ ഈ ഭല്ലാൽ ദേവനാണെങ്കിൽ ഈ നിംബ്ലേനെ കൊല്ലുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ശിവഗാമിയുടെ എക്സ്പ്രഷൻ നോക്ക്. ഇത് കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും സ്വയം രാജാവാണെന്ന് തോന്നുന്നു. കാരണം ഈ തള്ള ബാഹുബലിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ക്ഷണം കഴിഞ്ഞിട്ട് ബാഹുബലി രാജാവാക്കിന്ന്. ബ്രോ,
ഇത്രയും പാർഷ്യാലിറ്റി കണ്ടുകൊണ്ടിരിക്കാൻ ആർക്കും സഹിക്കത്തില്ല. ഇനി അഥവാ ബല്ലാൽ ദേവൻ കറക്റ്റ് വഴിയാണ് ജയിച്ചത് എന്നുണ്ടെങ്കിലും ഇവരെന്തെങ്കിലും ഒരു കാരണമായിട്ട് വരും. ഇവർ പിന്നെ പറയും പ്രജയുടെ അടുത്ത് ചോദിക്കട്ടെ ആരെ രാജാവാക്കണം. അതൊക്കെയാണ് ഈ തള്ള ചെയ്യുന്ന കാര്യങ്ങൾ. എന്നിട്ട് ഈ ശിവഗാമി തള്ള സെക്കൻഡ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലും വികടമാണ്. അതായിരുന്നു ബല്ലാൽ ദേവൻ്റെ കഥ. അപ്പോൾ നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്? ഡാഡീസ് ബോയ് ഓർ മമ്മാസ് ബോയ്? കമൻറ്റിൽ പറയുക.